ചാനൽ. ഇതെന്താണെന്ന് മനസ്സിലായോ കണ്ടപ്പം? അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നേ, ഒരു കൊല പഴം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാലൻസ് എല്ലാം കഴിച്ച് ഞങ്ങൾ. അതിൻ്റെ ബാലൻസ് വന്നത് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു സാധനം ഉണ്ടാക്കിയാൽ എന്താണെന്ന് വിചാരിച്ചാൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അതിനകത്ത് 2-3 ഏലക്കായും ബാലൻസ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാവാണ് ഇഷ്ടം അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എന്നിട്ട് ആ പഴവുമായിട്ട് ഈ ഗോതമ്പ് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊന്നും ചേർത്തില്ല. വെള്ളത്തിന് പകരമാണ് പഴം നല്ലതായിട്ട് പേസ്റ്റാക്കി ഗോതമ്പ് മാവായിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ശർക്കരയെല്ലാം ഞാൻ അരിഞ്ഞ് ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങായും കൂടി ഇട്ട് ഞാൻ ശർക്കര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയും തേങ്ങായും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നത് മനസ്സിലായി കാണുമല്ലോ ഏകദേശം. അപ്പോൾ ഞാൻ കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ കുഴക്കട്ട കുറച്ച് മാവെടുത്ത് കൈയുടെ അകത്ത് നന്നായിട്ട് വെച്ച് പരത്തി പിന്നെ ശർക്കരയും തേങ്ങായോടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പഴം വെച്ചാണ് ഈ കുഴക്കട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നോർമൽ കുഴക്കട്ട ഉണ്ടാക്കുന്ന പോലെയല്ല, ഈ പഴം പേസ്റ്റാക്കി കുഴക്കട്ട ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയുമില്ല, കിടുക്കാച്ചിയായിട്ട്. എല്ലാവരും ഇതുപോലെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണേ. അപ്പോൾ ഇതുപോലെ പഴുത്ത പഴം വെച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.